നമുക്ക് ടീം ഫോർമേഷൻ എങ്ങനെയാണെന്ന് നോക്കാം അല്ലെ, സാധ്യതകൾ എങ്ങനെയാണെന്ന് നോക്കാം. ഫ്രാൻസ് 4-2-3-1 രീതിയിലായിരിക്കും കളിക്കുക. സ്പെയിനും 4-2-3-1 ഫോർമാറ്റിലായിരിക്കും പ്ലേ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഫ്രാൻസിന്റെ സാധ്യതകളെ പറ്റി നോക്കുമ്പോൾ ഫ്രാൻസിന്റെ ഈ മേഗൻ അധികം 2 ഗോളാണ് മേഗൻ ഈ ലോകകപ്പിൽ വഴങ്ങിയിട്ടുള്ളത്. 2 ഗോളുകളാണ് വഴങ്ങിയിട്ടുള്ളത്. ഒരു ഗോൾ വഴങ്ങിയത് നോർവേക്കെതിരെ 1 ഗോൾ വഴങ്ങിയിട്ടുണ്ട്. പിന്നെ പിന്നെ ഇതിനകത്ത് വില്യം സാലിബയും ഉപമുഖാനയും ഈ 2 സെന്റർ ബാക്കുകളെ പൊളിക്കുക എന്ന് പറയുന്നത് നിസാരമല്ല. അത് പലപ്പോഴും ഈ ഫ്രഞ്ച് നിര ഒന്നാകെ വിങ്ങർമാരുടെ ഫുൾ ബാക്കുകൾ ഉൾപ്പെടെ എതിർ ഗോൾ മുഖത്തൊക്കെ പോകുമ്പോഴും അവിടെ ഇളകാതെ നിൽക്കുന്ന ഈ 2 പേരാണ് വില്യം സാലിബയും ഉപമുഖാനയും. പല ബാക്കുകൾ ലൂക്കാസ് തിക്നെയും ജൂൾസ് കൊണ്ടേയും. ഇതിനകത്ത് മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫ്രാൻസിന്റെ ലെഫ്റ്റ് വിങ്ങില് ലൂക്കാസ് തിക്നെ കൂടാതെ തന്നെ കിടിലൻ 2 ബാക്കുകളുണ്ട്. 2 സഹോദരന്മാരാണ്, തിയോ ഫെർണാണ്ടസും ലൂക്കാസ് ഫെർണാണ്ടസും. 2 പേർക്കും ഈ ലോകകപ്പിൽ കളിക്കാൻ പറ്റില്ല. കാരണം കഴിഞ്ഞ ലോകകപ്പിലും യൂറോ കപ്പിലൊക്കെ ഫ്രാൻസിന്റെ തിളങ്ങുന്ന താരങ്ങളായിരുന്നു ലൂക്കാസ് ഫെർണാണ്ടസ്, തിയോ ഫെർണാണ്ടസ്. അപ്പൊ തന്നെ അറിയാലും ഫ്രാൻസിന്റെ ബെഞ്ച് സ്ട്രെങ്ത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഡിഫൻസീവ് മിഡ്ഫീൽഡിൽ കളിക്കുന്ന ആൻഡ്രിയൻ റാബർട്ടും കോനയും. ഒരുപക്ഷെ കോനെ ഇന്ന് ചൗമേനിക്ക് പകരമാണ് കോനെ ആദ്യ ലെവലിൽ ഇറങ്ങാൻ പറ്റുക. ചൗമേനി പരിക്ക് മാറുവാണ് ഉദ്ദേശം, കോനയ്ക്ക് പകരം ചൗമേനി ആയിരിക്കും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ പിന്നെ പറയണ്ട ദുബൈയും ഒലീസയും ഡെമ്പേലയും പറയേണ്ട ആവശ്യമില്ല. ഈ ലോകകപ്പിന്റെ താരമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ആളാണ് മൈക്കൽ ഒലീസ ഉണ്ടെങ്കിൽ ഏത് സമയം അവിടെ ഗോൾ വീഴാം. പിന്നെ ദുബൈ കളിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ ബാർക്കോള ആയിരിക്കും, ഒരുപക്ഷെ ചിലപ്പോൾ ദുബൈ അല്ലെങ്കിൽ ബാർക്കോള എന്നായിരിക്കും ഒരുപക്ഷെ വരാൻ പോകുന്നത്. പിന്നെ ഉള്ളത് സെൻട്രൽ ഫോർവേഡ് കിലിയൻ എംബാപ്പെ. അപ്പോൾ ഫ്രാൻസിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് എംബാപ്പെ മാത്രമല്ല ഗോൾ അടിക്കാൻ വേണ്ടിയുള്ളൊരു ഒലീസുണ്ട്, ഡെമ്പേലെ ഗോൾ അടിക്കും, കോനയുണ്ട്. അപ്പൊ എതിർ ടീം മറ്റേ സ്പെയിന് ആരെ തടയണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഈ ലോകകപ്പിൽ ഏറ്റവും വിളിക്കുന്ന 5 അസിസ്റ്റന്റ് കണ്ടുണ്ട് ഒലീസയുടെ പേര്. ഒലീസയ്ക്ക് എംബാപ്പയ്ക്കും ഡെമ്പലേക്കും ഒക്കെ ഗോൾ അടിക്കണമെങ്കിലേ ഞങ്ങളെ സൈമൺ വഴങ്ങണം. 1 ഗോള് മാത്രമാണ്, ബെൽജിയത്തിന്റെ ഗോള് മാത്രമേ ഈ വലയിലോട്ട് എത്തിയിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഫ്രാൻസിന് ഗോൾ അടിക്കുക അത്ര എളുപ്പമായിരിക്കുമോ? ഫ്രാൻസിന് ഗോൾ അടിക്കുക അത്ര എളുപ്പമാണെന്ന് ഇന്ന് കരുതുന്നില്ല. കാരണം ഫ്രാൻസിന് വേറൊരു പ്രത്യേകത, ഫ്രാൻസ് ഈ ലോകകപ്പിൽ ഇതുവരെ ആദ്യം ഗോൾ വഴങ്ങിയിട്ടില്ല. ഫ്രാൻസ് ആദ്യം ഗോൾ വഴങ്ങുവാണെങ്കിൽ ഒരുപക്ഷെ ദശാംശന്റെ തന്ത്രങ്ങൾ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷയും ആരാധകർക്കുണ്ട്. അപ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് 2024 മുതൽ ഇങ്ങോട്ട് എടുത്താൽ നടന്ന 34 മത്സരങ്ങളിൽ സ്പെയിനും ആദ്യ 90 മിനിറ്റ് വരെ 1 ഗോളും വഴങ്ങിയിട്ടില്ല. അതും നിർണായകമാണ്. പക്ഷെ നമ്മൾ സ്പെയിന്റെ കാര്യം പറഞ്ഞു, ഇവിടെ നമ്മുടെ എംബാപ്പയുടെ കാര്യം പറഞ്ഞു. പക്ഷെ ഫ്രാൻസ് നിരയിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു താരം എന്ന് പറഞ്ഞാൽ എന്റെ അഭിപ്രായത്തിൽ ഞാൻ വോട്ട് ചെയ്യുന്നത് ഒരുപക്ഷെ യമാലിനല്ല. ആർക്കായിരിക്കും ഊഹിക്കാൻ പറ്റുമോ? റോഡ്രി. തോന്നി അതാണ് ഈ മത്സരത്തിന്റെ വേഗവും ഈ മത്സരത്തിന്റെ പേസ് നിയന്ത്രിക്കുന്ന വേഗം നിയന്ത്രിക്കുന്ന ആൾ റോഡ്രി ആയിരിക്കും. റോഡ്രി കൊടുക്കുന്ന പാസുകൾ അനുസരിച്ചായിരിക്കും സ്പെയിൻ കളി കൊണ്ടുപോവാ. റോഡ്രിക്ക് 2 റോളുണ്ട്. റോഡ്രിക്ക് മുന്നേറ്റത്തിലോട്ട് പന്ത് കൊണ്ടുവരാൻ പറ്റും, ബാക്കിലുള്ള പിടിച്ച് എതിരാക്രമണം മുനി ഓടിക്കേണ്ട ചുമതല റോഡ്രിക്കാണ്. കളി മെനയുന്നത് ഒരുപക്ഷെ പെദ്രി അല്ലെങ്കിൽ ഫാബിയൻ റൂയിസ് ആയിരിക്കും ഒരുപക്ഷെ ഇതിൽ. പക്ഷെ ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു പ്രകടനം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഫ്രാൻസിന്റെ ഫോർമേഷൻ 4-2-3-1 ആണ്. 4-2-3-1 ഒയർസബാളിനെ തന്നെ. പക്ഷെ ഒയർസബാൾ കഴിഞ്ഞ 2 മത്സരങ്ങളെ ഗോൾ അടിക്കുന്നില്ല എന്നൊരു പ്രശ്നമുണ്ട് ഫ്രാൻസിനുണ്ട്. അല്ല, സ്പെയിനുണ്ട്. സ്പെയിനിന്റെ ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞാൽ സ്പെയിനിന്റെ ഡിഫൻസ് ആണ്. അതിന് പാളാറുണ്ട്. അല്ല, സ്പെയിനിന്റെ ഡിഫൻസ് അങ്ങനെ ഈ ലോകകപ്പിൽ അധികം പാളിട്ടില്ല. 1 തവണ ഗോൾ വീണ്ടുള്ളൂ. സ്പെയിൻ ഡിഫൻസിൽ ഏറ്റവും ശ്രദ്ധിക്കുക ഈ ലോകകപ്പിന്റെ കണ്ടെത്തൽ എന്ന് പറഞ്ഞൊരു താരമുണ്ട് സ്പാനിഷ് ഡിഫൻസിൽ. എന്താണ് അതറിയോ? ഒരു 19 വയസ്സേ ഉള്ളൂ. നമ്മുടെ കുബാർസി യമാലും ഈ കഴിഞ്ഞ ദിവസമാണ് സ്പെയിന് അണ്ടർ-19 യൂറോ കപ്പ് കിരീടം. ആ ടീമിൽ കളിക്കേണ്ട പ്ലേയേഴ്സ് ആയിരുന്നു. 2 ടീനേജേഴ്സ് ആണ് ടീമിലുള്ള, യമാലും പൗ കുബാർസി ഈ ലോകകപ്പിന്റെ കണ്ടുപിടുത്തങ്ങളുള്ളതാണ്. ബാഴ്സലോണയുടെ സെൻട്രൽ ബാക്കാണ്. കാരണം സെൻട്രൽ ബാക്ക് എന്ന് പറയുന്നത് ഏറ്റവും നിർണായകം. ഇപ്പം സെൻട്രൽ ഫോർവേഡിന്റെ പോലെ തന്നെ വളരെ നിർണായകമായ പൊസിഷനാണ് സെൻട്രൽ ബാക്കിന്റെ. കാരണം സെൻട്രൽ ബാക്ക് പൊട്ടിയാൽ ഒരു പക്ഷേ അവിടെ ഗോൾ കയറേണ്ടതാണ്. ഈ 26 ഇന്റർസെപ്ഷൻസ് ആണ് പൗ കുബാർസ നടത്തിയിരിക്കുന്നത്. കാരണം പ്രായത്തിൽ കവിഞ്ഞ പക്വതയോടെയുള്ള പ്രകടനമാണ് കുബാർസയുടെ. പിന്നെ എമറിക് ലാപ്പർട്ട, ഈ 2 സെൻട്രൽ ബാക്കുകളാണ് ഒരു പക്ഷേ ഫ്രാൻസിനെ നെടുന്നൂണ്. യുനൈ സൈമന്റെ ജോലിഭാരം കുറയ്ക്കുന്ന ആളുകളാണ്. പിന്നെ പെഡ്രോ പോറയും കുക്കറയും ഇടത്തും വലതുമുള്ള വിങ് ബാക്കുകൾ. പിന്നെ റോദ്രി, പെദ്രി അല്ലെങ്കിൽ ഫാബിയൻ റൂയിസ്. പക്ഷെ സ്പെയിനിന്റെ കളി മുഴുവൻ മെനയുന്നെന്ന് പറഞ്ഞാൽ ഈ 2 പേരുള്ള സമവാക്യമാണ് റോദ്രിയും പെദ്രിയും.
യെസ്, കളി മെനയുന്നതിൽ അല്ലെങ്കിൽ മിഡ്ഫീൽഡ് അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇവരായിരിക്കും. ഇവരുണ്ട് കാരണം പെദ്രിയും റോദ്രിയും ഡാനി ഓൾമയും കൂടെ ചേർന്ന് എങ്ങനെ യമാലിനെ ബാളിന് ഫീഡ് ചെയ്യുന്ന പോലെ ഇരിക്കും സ്പെയിനിന്റെ മുന്നേറ്റങ്ങൾ. ഈ ലോകകപ്പിൽ വേറെ ശ്രദ്ധിച്ചു സ്പെയിനിന്റെ മുന്നേറ്റ കളികൾ എന്ന് പറഞ്ഞാൽ ഒരു നീളത്തിൽ ഒരു മൈതാനത്തിന്റെ നെടുക്കെ പാസ് കൊടുത്തുള്ള ഒരു മൂന്ന് കളിയാണ്. പക്ഷെ അത് ഫ്രാൻസ് പോലുള്ള ടീമിനെതിരെ എങ്ങനെ കൊണ്ടുപോകും, അല്ലെങ്കിൽ ഫ്രാൻസിന് അത് എത്രമാത്രം ചെറുത്ത് നിൽക്കും എന്നും ഒരു ചോദ്യത്തിനാണ്. കാരണം ഫ്രാൻസിനെ സംബന്ധിച്ചുള്ള ഫ്രാൻസ് പന്ത് ഹോൾഡ് ചെയ്ത് കളിക്കുന്ന ടീമിനെതിരെ അധികം കളിച്ചിട്ടില്ല. സ്പെയിന്റെ രണ്ട് ശൈലിയിലുള്ള കളിയാണ്. അതൊരു പക്ഷേ ഫ്രാൻസിന് ഇതിനെ പന്ത് ഹോൾഡ് ചെയ്യുന്നില്ല, പന്ത് കിട്ടുക, എതിർപ്പാളത്തിലൊക്കെ ഒരു മിസൈൽ റോക്കറ്റ് കണക്ക് കയറുക, അതുപോലെ തിരിച്ചിറങ്ങുക എന്നുള്ളതാണ് ഫ്രാൻസിന്റെ ശൈലി. പക്ഷേ സ്പെയിനിന്റെ ശൈലി നേരെ തിരിച്ചാണ്. പക്ഷേ ഈ ടീം പഴയ ടിക്കറ്റ് ടാക്കിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. ഇപ്പൊ നീളം പാസുകളൊക്കെ കൊടുക്കുന്നുണ്ട്, എതിർപ്പാളത്തിലൊക്കെ ചെക്കേറി വരുന്നുണ്ട്. അപ്പം ഈ മത്സരം ഒരു പ്രവചനാതീതമായിരിക്കും എന്റെ അഭിപ്രായം. തീർച്ചയായും അങ്ങനെ തന്നെയാണ്, പ്രത്യേകിച്ച് രണ്ട് ടീമുകൾക്കും. പക്ഷേ ഇതിനകത്ത് വേറെ കാര്യമാണ് ശ്രുതി, നമ്മൾ പറഞ്ഞത് ഞാൻ വേറെ കാര്യമാണ് ആഡ് ചെയ്യാണ്. ഇന്നത്തെ മത്സരത്തിൽ ഒരു പക്ഷേ നിക്കോ വില്യംസ് പ്രോബബിൾ 11 കാണാൻ സാധ്യത കുറവാണ്. പക്ഷേ നിക്കോ വില്യംസ് യമാലിനൊപ്പം തന്നെ ഇടത് വിങ്ങിൽ മറ്റേ ബനേനയ്ക്ക് വരും ഇഞ്ചുറി മാറി പൂർണ്ണമായി ഫിറ്റ് ആവുകയാണെങ്കിൽ ഒരു പക്ഷേ നിക്കോ വില്യംസ് ആയിരിക്കും. നിക്കോ വില്യംസ് കളി മാറും. കാരണം രണ്ട് വിങ്ങുകളുള്ള അറ്റാക്കിനെ ഒരു പക്ഷേ പ്രതിരോധിക്കുക എന്നുള്ളത് വളരെ എളുപ്പമായിരിക്കത്തില്ല. യമാലിനെ തടയേണ്ട ചുമതല ഡിഗ്നയ്ക്കായിരിക്കും. ഒരു പക്ഷേ യമാൽ ക്വാർട്ടർ ഫൈനലിൽ ബെൽജിയത്തിന് വലിയ അലോസരം ഉണ്ടാക്കിയ പ്ലെയറാണ്. ക്വാർട്ടർ ഫൈനലാണ് യമാലായി മാറുന്നത്. ബെൽജിയത്തിനെതിരെയുള്ള ഒരു പ്രകടനം യമാലിന് കുറച്ചുകൂടെ വൈഡായിട്ട് സ്പേഴ്സ് അനുവദിച്ചാൽ ഫ്രാൻസിന് പിടിപ്പത് വേണമായിരിക്കും. ഫ്രാൻസ് അതിന് വലിയ വില കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു സ്പെയിൻ ഉന്നം വെക്കുക എംബാപ്പെ ആയിരിക്കും. എംബാപ്പെ പൂട്ടാൻ ഒരു സ്ട്രാറ്റജി സ്പെയിൻ പുറത്തെടുക്കാനുള്ള സാധ്യതയില്ലേ? പക്ഷേ എംബാപ്പെ പൂട്ടാന്നുള്ള ഇപ്പൊ ഞാൻ റോദ്രിയുടെ കാര്യം പറഞ്ഞു. റോദ്രിക്ക് ഇത്തവണ ഇന്ന് പിടിപ്പത് പണിയാണ്. കാരണം എംബാപ്പയും ഡെംബേലയും ഒലീസയും തടയുക എന്നുള്ളൊരു റോളും ഉണ്ട്. ഒപ്പം മുന്നിലോട്ട് പന്തെത്തിച്ചു കൊടുക്കേണ്ട റോളും കൂടെ ഉണ്ട്. അപ്പം ഡിഫൻസീവ് മിഡ്ഫീൽഡർ എന്ന് പറഞ്ഞാൽ വലിയ നിർണായക റോളാണ്. ഇപ്പോൾ സെൻട്രൽ ഡിഫൻഡറുടെ കാര്യം പറഞ്ഞ പോലെ പന്ത് പിടിച്ചെടുക്കാനും കഴിയണം, മുന്നോട്ട് സപ്ലൈ ചെയ്യാനും കഴിയണം. അപ്പം റോദ്രി ഇന്ന് തളർന്നാൽ സ്പെയിൻ വീഴും. അപ്പൊ ഇതൊരു ഡിഫൻസ് വേഴ്സസ് അറ്റാക്ക് എന്ന രീതിയിൽ കളി മാറുമെന്നാണോ പറയുന്നത്? അങ്ങനെ ഒരു പക്ഷേ അങ്ങനെ അധികം പക്ഷേ ഇന്നത്തെ കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ ഇരുപക്ഷെ ഫ്രാൻസ് ഈ ലോകകപ്പില് മാരക ഫോമിലാണൊക്കെ സംബന്ധിച്ചു. പക്ഷെ ഇതുവരെ കളിച്ച കളി ആയിരിക്കത്തില്ല ഫ്രാൻസിൽ നിന്ന് പുറത്തെടുക്കേണ്ടി വരുന്നത്. ഒരു പക്ഷേ ചിലപ്പോൾ ഫ്രാൻസ് ചിലപ്പോൾ കുറെ കൂടെ പിന്നോട്ട് പോകാൻ വേണ്ടി കുറെ കൂടെ പന്ത് ഹോൾഡ് ചെയ്ത് വെച്ച് കളിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ആദ്യം ഒരു ഗോൾ വീണ് കഴിഞ്ഞാൽ ഫ്രാൻസ് എന്ത് ഗെയിം പ്ലാൻ ആയിരിക്കും എടുക്കുക, ദശാംശം എന്ത് ഗെയിം പ്ലാനാണ് എടുക്കുക എന്നുള്ളത്. പക്ഷെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ വേറെ ബെഞ്ച് സ്ട്രെങ്ത് അതിഭയങ്കരമാണ്. അത് നമ്മൾ കണ്ടറിഞ്ഞു. എൻകോളെ കാൻറ്റെ പോലെ കളിക്കാരന്മാർ വെളിയിലിരിപ്പുണ്ട്. ചില നല്ല കാമവെങ്കിയെ പോലെ ചില കളിക്കാർക്ക് മറ്റേ ടീമിൽ പോലും ഇടം കിട്ടാതെ വിട്ടിട്ടുണ്ട്. അപ്പം അവരുടെ ബെഞ്ച് സ്ട്രെങ്ത് അപ്പം തന്നെ അറിയാലോ നമുക്ക്. തീർച്ചയായും. അപ്പോൾ ആക്രമണത്തിൽ തങ്ങളെ വെല്ലാൻ ആരുണ്ടെന്ന് ഫ്രാൻസ് ചോദിക്കുമ്പോൾ ഞങ്ങളുടെ പ്രതിരോധത്തെ വെല്ലാൻ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് സ്പെയിനും ചോദിക്കും. എന്തായാലും എനിക്ക് തോന്നുന്നു ഈ സമ്മർദ്ദങ്ങളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ആരാണോ വളരെ പെട്ടെന്ന് ഗോൾ അടിക്കുന്നത് എന്നൊരു കാര്യം കൂടിയാണ്. എന്തായാലും ചെറിയ മാർജിനിൽ തന്നെ കളി മാറാനുള്ള സാധ്യതയും നമുക്ക് കാണാൻ സാധിക്കുമെന്ന് തോന്നുന്നല്ലേ? തീർച്ചയായിട്ടും. ഈ ലോകകപ്പില് പ്രവചനാതീതമാണെങ്കിലും പലപ്പോഴും കണക്കുകൾ സ്പെയിൻ അനുകൂലമാണ്. എനിക്ക് 30 മത്സരങ്ങളോളം കളിച്ചിട്ടുണ്ട് ഇരുവരും തമ്മിൽ. അതിൽ 18 മത്സരങ്ങളോളം സ്പെയിനാണ് മുൻതൂക്കമുള്ളത്. 13 മത്സരങ്ങളിലെ ഫ്രാൻസിന് ചെയ്യുള്ളൂ. അങ്ങനെ നോക്കുമ്പോഴത്തേന് പക്ഷെ അന്നത്തെ ഫ്രാൻസ് അല്ല ഇന്നത്തെ ഫ്രാൻസ്, സ്പെയിൻ അല്ല ഇന്നത്തെ സ്പെയിൻ. എനിക്ക് തോന്നുന്നു വേറൊരു കാര്യമുണ്ട്. പ്ലീസ് നമുക്ക് ആ കാർഡ് ഒന്നുകൂടി പ്ലേ ചെയ്യാം. പ്രീവിയസ് കാർഡ് പ്ലീസ്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം റോഡ്രി ആണല്ലോ നമ്മളിപ്പോൾ പറയുന്നത്. അപ്പോൾ റോഡ്രി ആയിരിക്കും ഇനി കളി മെനയുന്നത് എങ്കിൽ റോഡ്രി ആണ് കളി മെനയുന്നത് എങ്കിൽ ഫ്രാൻസിന്റെ വശത്ത് നിന്നും ആരാകും കളി മെനയുക? ഫ്രാൻസിന്റെ വശത്ത് തീർച്ചയായും മൈക്കൽ ഒലീസ ആയിരിക്കും. ഫ്രാൻസിന് കളിമന ഒലീസ ഫോമിൽ അല്ലെങ്കിൽ ബാർക്കോള ഉണ്ട്. ഫ്രാൻസിന് ഒന്നിലധികം പ്ലേയേഴ്സ് ഉണ്ട് കളി മെനയാനും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള. പക്ഷെ ഒരു ക്രിയേറ്റീവ് മിഡ്ഫീൽഡർ റോള് ഫ്രഞ്ച് നിരയിൽ കുറവാണ് നമുക്കറിയാം. റാബിയറ്റ് ഉണ്ട്, ഫ്രാൻസിനെ പോലെ തന്നെ റാബിയറ്റ് പന്ത് ഹോൾഡ് ചെയ്യാൻ മിടുക്കനാണ്. കോനയുണ്ട്, പക്ഷെ ചൗമേനി കളിച്ചാൽ പക്ഷെ കോനയ്ക്ക് പുറത്തിരിക്കേണ്ടി വരും. അപ്പോൾ ഒരു കാര്യം കൂടിയുണ്ട്, നമ്മുടെ ഗോൾഡൻ ബൂട്ടിന് വേണ്ടിയിട്ടുള്ള ഗംഭീര പോരാട്ടം നടക്കുകയാണ്. എംബാപ്പയ്ക്കൊപ്പം നിന്ന് നിർണായക കൂടിയാണ്. കാരണം ഗോൾഡൻ ബൂട്ടിന് ഇപ്പോൾ മെസ്സിയെക്കാട്ടിൽ മുൻപിൽ നിൽക്കുന്നത് നമ്മുടെ എംബാപ്പയാണ്. അല്ല, ഇന്നത്തെ മത്സരമേ ഫ്രാൻസിന് 2 റെക്കോർഡിനുള്ള സാധ്യതകളുണ്ട്. എന്തൊക്കെ? ഒരു റെക്കോർഡ് എന്ന് പറഞ്ഞാൽ
തുടർച്ചയായി 3 ലോകകപ്പ് ഫൈനൽ കളിക്കുന്ന മൂന്നാമത്തെ രാജ്യമാണെന്നുള്ള റെക്കോർഡോടെ ഫ്രാൻസ് കിടക്കുകയാണ്. കാരണം ഇതിനു മുമ്പ് ആ നേട്ടം കഴിച്ചുള്ള 2 ടീമുകളാണ് വെസ്റ്റ് ജർമ്മനിയും ബ്രസീലും. വെസ്റ്റ് ജർമ്മനിക്ക് 82, 86, 90. അത് 82 ഇറ്റലിയാണ് കൊണ്ടത്, 86 അർജന്റീന. പക്ഷെ 3-ാം വട്ടം ഒരു കപ്പെടുത്തു. ഫ്രാൻസിന് സമാനമാണ്. 2018 കപ്പെടുത്തു, 22 റണ്ണേഴ്സ് അപ്പായി, 26 ജയിച്ചാൽ 26 കപ്പിനോട് അടുക്കുന്നു. പിന്നുള്ള ടീം തന്നെ ബ്രസീലാണ്. ബ്രസീലിന് 94, 98, 2002 ഫൈനലിലെത്തി അടുപ്പിച്ച്. 2002 ബ്രസീൽ കപ്പെടുത്തു. അപ്പൊ അങ്ങനെ ഒരു കണക്കിലെ കളികളുണ്ട്. ഇന്നത്തെ കളി ചോദിച്ചാൽ പക്ഷെ കണക്കിലെ കളിയിൽ ഫ്രാൻസിനൊരു മുൻതൂക്കമുണ്ട്. അത് മാത്രമല്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്കൊരു ചെറിയൊരു കുസൃതി ചോദ്യം ചോദിക്കാനുണ്ട്. അങ്ങനെയാണെങ്കിൽ അന്ന് ഖത്തറിൽ നടന്നത് ആവർത്തിക്കുമോ? ഫ്രാൻസ് വേഴ്സസ് അർജന്റീന എന്നുള്ള ഫൈനൽ മത്സരം പ്രതീക്ഷിക്കാമോ? ഫ്രാൻസ് വേഴ്സസ് അർജന്റീന ഫൈനലോ? മനസ്സിലൊരു കുളിർമഴയില്ലേ അർജന്റീന എന്ന് കേട്ടപ്പോ? ഫൈനലിലേക്ക് അർജന്റീന. ഫ്രാൻസ് വേഴ്സസ് അർജന്റീന ഗംഭീരമായിരിക്കും. പക്ഷെ ഇന്ന് ജയിക്കണമല്ലോ ഫ്രാൻസിന്. ഓക്കെ.